മലയാള സിനിമാ ചരിത്രത്തിലെ, പ്രത്യേകിച്ചും മലയാള കമേഴ്ഷ്യൽ സിനിമാ ചരിത്രത്തിലെ മഹാമേരുവായിരുന്നു പ്രേംനസീർ. പ്രേംനസീറിനെ വെല്ലുന്ന രീതിയിൽ താരമൂല്യം പിന്നീട് മാർക്കറ്റ് ചെയ്ത് എടുത്തത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. ഒരു കാലത്ത് പ്രേംനസീർ മലയാള സിനിമയിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. അനിഷേധ്യമായ സാന്നിധ്യമായിരുന്നു. പ്രേംനസീർ തനിക്ക് നേരെ വരുന്ന പൂമാലകളെയും കല്ലേറുകളെയും ഒരേപോലെ സ്വീകരിച്ച വ്യക്തിയായിരുന്നു. തനിക്ക് നേരെ വരുന്ന പൂമാലകളും കല്ലേറുകളുമൊക്കെ മന്ദസ്മിതത്തോടെ നേരിട്ട വ്യക്തിയായിരുന്നു പ്രേംനസീർ. ആ പ്രേംനസീറിനെ ഒരു കാലത്ത് ഒരുപാട് തുഴക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പ്രേംനസീറും ഷീലയും തമ്മിലുള്ള പ്രണയം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രണയമാണ്. ഷീല അങ്ങോട്ട് കയറി പ്രണയിച്ചോ പ്രേംനസീർ ഇങ്ങോട്ട് കയറി പ്രണയിച്ചോ എന്നതിനെ പറ്റിയൊരു നിഗമനമൊന്നും ആരും ഒരു പത്രപ്രവർത്തനം എഴുതിയിട്ടില്ല. പക്ഷേ ഇരുവരും തമ്മിൽ നല്ല കെമിസ്ട്രി ആയിരുന്നു. ഷീല പ്രേംനസീറിനെ പ്രണയിച്ചതും പ്രേംനസീർ വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ ഷീല ആത്മഹത്യക്ക് ശ്രമിച്ചതും ഒക്കെ മലയാള സിനിമയുടെ പിന്നാമ്പുറ കഥകളാണ്. അതൊക്കെ സത്യവുമാണ്, സത്യമല്ലാത്ത ഒരു കാര്യവുമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഷീലയും പ്രേംനസീറും പിരിഞ്ഞപ്പോൾ പ്രേംനസീർ ഉയർത്തിയെടുത്ത ഒരു നടിയായിരുന്നു വിജയശ്രീ. പ്രേംനസീറിൻ്റെ പല സിനിമകളിലും പൊന്നാവരം കോട്ടയടക്കമുള്ള പ്രേംനസീറിൻ്റെ വലിയ വലിയ ഹിറ്റ് സിനിമകളിൽ വിജയശ്രീ ഉണ്ടായിരുന്നു. വിജയശ്രീയും പ്രേംനസീറും തമ്മിലുള്ള ബന്ധം ഏറ്റവും കൂടുതൽ കുഴക്കിയത് വിജയശ്രീയുടെ കാമുകനും നിർമ്മാതാവുമായ അസീം ഭായിയായിരുന്നു. അയാളെന്ന് മദ്രാസിൽ അസീം ഭായി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിജയശ്രീയെ നായികയാക്കി അങ്കത്തട്ട് അടക്കമുള്ള സിനിമകൾ ചെയ്ത അസീം ഭായിയും വിജയശ്രീയും തമ്മിലുള്ള പ്രണയവും അവിഹിത ബന്ധവും ഒക്കെ അക്കാലത്ത് കോടമ്പാക്കത്ത് പാട്ടായിരുന്നു. അസീം ഭായി വലിയ പണക്കാരനായിരുന്നു. സിനിമകളൊക്കെ നിർമ്മിച്ച് പണം വാരി എറിയുന്ന കോടീശ്വരനായിരുന്നു അസീം ഭായി. പക്ഷേ വിജയശ്രീയും അസീം ഭായും തമ്മിലുള്ള ബന്ധം തുടരുന്നതിനിടെ ചില ഗോസിപ്പുകൾ മലയാള സിനിമാ വാരികകൾ പ്രസിദ്ധീകരിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഗോസിപ്പ് എന്താണെന്ന് വെച്ചാൽ, പ്രേംനസീറും വിജയശ്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്നും പ്രേംനസീറിന്റെ ഗീപ്പാണ് വിജയശ്രീ എന്നുമായിരുന്നു. അങ്ങനെയാണ് അക്കാലത്ത് പ്രചരിച്ച ഒരു ഗോസിപ്പ്. അക്കാലത്ത് 2 സിനിമാ വാരികളേ ഉള്ളൂ. ഒന്ന് നാന, മറ്റൊന്ന് നമ്മുടെ സിനിമാ വാരിക, നടരാജൻ സാർ നടത്തിക്കൊണ്ടിരുന്ന സിനിമാ വാരിക, കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്നു. അതിൽ 2ലാണ് ഇത് വന്നത്. ഇത് വന്നപ്പോൾ വലിയ പ്രശ്നമായി. ഗോസിപ്പുകൾ കേട്ട അസീം ഭായി വിജയശ്രീയെ തെറ്റിദ്ധരിച്ചു. വിജയശ്രീയെ തന്നിൽ നിന്ന് അകറ്റുന്നത് പ്രേംനസീറാണെന്ന് പാവപ്പെട്ട അസീം ഭായി തെറ്റിദ്ധരിച്ചു. ഒരു ഫംഗ്ഷനെ വെച്ച് അസീം ഭായി പ്രേംനസീറിന്റെ കരണത്തടിക്കാനുണ്ട്. കരണത്തടി കിട്ടിയെന്നും ഇല്ലെന്നും കരക്കമ്പി. പക്ഷേ പ്രേംനസീറിനെ അടിച്ച നസീം ഭായി പിന്നെ മദ്രാസിൽ കാണില്ല. അന്ന് പ്രേംനസീറിന്റെ ഒരു ടീം തന്നെ മദ്രാസിലുണ്ടായിരുന്നു. ഒന്ന് ഞങ്ങളുടെ ഓഫീസിരിക്കുന്ന സിനിമാക്കളുടെ ഓഫീസിരിക്കുന്ന തൊട്ടപ്പുറത്തുള്ള അനിയണ്ണായി. ഇങ്ങനെ പഠിച്ചു മീശയൊക്കെ ചുരുട്ടി വെച്ച നല്ല ജിമ്മ് ബോഡിയൊക്കെ ഉള്ള അനിയൻ്റെ കീഴിലുള്ള കുറച്ച് ഗുണ്ടകൾ, ഹരിപോത്തൻ്റെ കീഴിലുള്ള ഗുണ്ടകൾ, ഇവരൊക്കെയായിരുന്നു മദ്രാസ് ഭരിച്ചിരുന്നത്. ഇവർക്ക് പ്രേംനസീറിന് വലിയ കാര്യമായിരുന്നു. ഈ പ്രേംനസീറിനെ അസീം ഭായി അടിച്ചു എന്ന വാർത്തയാണ് മദ്രാസിൽ വലിയൊരു കരക്കമ്പിയായി മാറിയത്. അസീം ഭായിയെ മദ്രാസിൽ കിട്ടിയാൽ കാലും കൈയും അടിച്ചൊടിക്കാൻ ഈ പ്രേംനസീറിന്റെ ആരാധകനായ അനിയണ്ണനും ഒക്കെ തീരുമാനിച്ചു. എന്തായാലും അവസാനം അസീം ഭായി ഒളിവിപ്പോയി. അസീം ഭായി മുങ്ങി. അവസാനം പ്രേംനസീർ തന്നെ പറഞ്ഞു, വേണ്ട, ഒന്നും ചെയ്യണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇതൊക്കെ ഒരു ചരിത്രമാണ്, കൗതുകകരമായ സംഭവങ്ങളാണ്. പ്രേംനസീർ എന്ന മഹാമനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ പറയുന്നതിനോടൊപ്പം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിരുന്ന ഒരു ചരിത്രം കൂടി പറയുന്നതേ ഉള്ളൂ. അല്ല പ്രേംനസീറിനെ അവമാനിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ.